ശബരിമല സ്വർണ്ണക്കൊളയിൽ ബെല്ലാരിയിൽ സ്വർണ്ണമെത്തിച്ച കൽപേഷ് ഇത ചെന്നൈയിലെ ജ്വല്ലറി ജീവനക്കാരനെന്ന് വ്യക്തമാകുന്നു. രാജസ്ഥാൻ സ്വദേശിയായ കൽപേഷ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം കൈപ്പറ്റുകയായിരുന്നു. കൽപേഷിന്റെ പ്രതികരണമാണ് നമ്മൾ അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരു ജ്വല്ലറി ജീവനക്കാരനാണ്, കൃത്യമായ ഒരു പ്രതിഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജോലി നിർവഹിച്ചതെന്നാണ് കൽപേഷ് പറയുന്നത്. കേൾക്കാം. कल्पेश, पहले आप कौन है? टेल मी अबाउट. मैं कल्पेश हूँ, कलिकोन ज्वेलर्स से स्टाफ हूँ और उधर 13 साल से काम कर रहा हूँ, 12-13 साल से अप्रॉक्स. और मेरे को रुद्रम ज्वेलर्स से मतलब ऐसे फोन आया था ओनर को, तो मुझे भेजा गया था. वहाँ जाके मैंने रिसीव किया था, मेटल रिसीव किया था. रिसीव करके लाके उसके 7 दिन के बाद उनको जाके दुकान में दिया है बलारी. डू यू नो उन्नीकृष्णन पोटी? जी नहीं, मैं नहीं जानता ऐसे कोई. You know about this theft case? Any sort of things about this theft case? जी नहीं मालूम मेरे को. Have you been to Shabarimala or Smart Creations before? नहीं जानता. अब पहली बार मालूम पड़ा और पहली बार उस दुकान में गया था उस टाइम. और ये for this transaction did you receive any money? नो, ये एक हेल्प के से किया था, कोई इसमें पैसा वैसा नहीं मिला. You usually went there for this transportation, right? For this Rodham. पूछे थे एक महीना में एक बार जाके. हाँ, जाते हैं उधर 25 दिन में, 1 महीने में एक बार जाते हैं. वो हमारा पार्टी है. ശ്രീധരന്റെ വിവരങ്ങളുമായി ശ്രീധരൻ ഇപ്പോൾ പറഞ്ഞ കേട്ടാൽ അദ്ദേഹം സാധാരണ അങ്ങനെ ഇതിന്റെ മറ്റ് ഗൂഢനീക്കങ്ങളിലൊന്നും പങ്കില്ലാത്ത ഒരാൾ എന്നാണ് കണക്കാക്കേണ്ടത്. നമുക്കറിയില്ല സത്യാവസ്ഥ. ഈ പറഞ്ഞ അനുസരിച്ച് അല്ലെങ്കിൽ നിർദ്ദേശം കിട്ടിയതിനനുസരിച്ച് സ്വർണം എത്തിച്ചു നൽകിയ ഒരാൾ എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് കൽപേഷ് പറയുന്നത്? തീർച്ചയായിട്ടും ഇതുവരെ ഈ കൽപേഷ് എന്നുള്ള ഒരു കഥാപാത്രം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വ്യക്തത വന്നിരുന്നില്ല. അതായത് ഇങ്ങനൊരു വ്യാജ പേര് നൽകിയതാണോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ജീവനക്കാരനാണോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉയർന്നിരുന്നു. പക്ഷെ അതിലൊരു വ്യക്തത വന്നിരിക്കുകയാണ്. കാളികുണ്ട് എന്ന് പറയുന്ന ജ്വല്ലറിയിലെ ജീവനക്കാരനാണ് കൽപേഷ്. ഈ സ്വർണം ഏറ്റുവാങ്ങി എന്ന് മാത്രമേ തനിക്കറിയുള്ളൂ. മറ്റിടപാടുകളെ സംബന്ധിച്ച് യാതൊന്നും തനിക്കറിയില്ല എന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ SIT ഇതുവരെ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല, ചോദ്യം ചെയ്യുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും ഇയാൾ ഈ പ്രതികരണത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു വിവാദം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ കൽപേഷ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പുറത്തു വരുന്നത്. ഈ ഒരു വിവാദത്തെ കുറിച്ച് തനിക്കറിയില്ല, ഇങ്ങനെ ഒരു സ്വർണം ഏറ്റുവാങ്ങിയതും ഉണ്ട്, ഒരു ജ്വല്ലറി ഉടമ എന്ന രീതിയിൽ സ്വർണം ഏറ്റുവാങ്ങിയിരുന്നു, അല്ലാതെ ഈ വിവാദവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് കൽപേഷ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഈ അന്വേഷണ സംഘം ഇയാളിലേക്ക് എത്തുകയും ചെയ്തിട്ടില്ല. മറ്റു വിവരങ്ങളെ കുറിച്ച് കാര്യമായിട്ട് തുറന്നു സംസാരിക്കാൻ ഇയാൾ തയ്യാറായിട്ടുമില്ല എന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും.